So നമുക്ക് ഫൈനലി ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിന്റെ ഒരു ഒഫീഷ്യൽ ടീസർ ട്രെയിലർ നമുക്ക് കുറച്ചു മുമ്പ് മാർവലിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ക്രിസ് എവാൻസ് അല്ല, ആന്റണി മെക്കിയാണ് പുള്ളിക്കാരൻ്റെ. നമ്മൾ എൻഡ് ഗെയിമിന് ശേഷം നമ്മൾ കണ്ടത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ മാൻ ലേറ്റ് എടുത്തേക്കുന്നത് ആന്റണി മെക്കിയെ തന്നെയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് എന്തായിരുന്നു ആ സീരീസിൻ്റെ പേര്, ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജർ സീരീസിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിങ്ങിലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആരായിരിക്കും ക്യാപ്റ്റൻ അമേരിക്കയുടെ മാനിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതെന്നുള്ള സംഭവങ്ങളെല്ലാം തന്നെ. പക്ഷേ ഏതൊരു ഒരു ക്യാപ്പിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ക്രിസ് എവാൻസിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിലറിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ആന്റണി മെക്കിക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. കാരണം ഇല്ലെങ്കിൽ നേരത്തെ മറ്റേ ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിലെ പോലെയുള്ളൊരു ചീപ്പ് വേർഷൻ ഓഫ് ക്യാപ്റ്റൻ അമേരിക്കയായി മാറാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ അപ്പോൾ കൂടുതൽ ജഡ്ജ്മെൻ്റ് ഒന്നും വേണ്ട, നമുക്ക് നേരെ ട്രെയിലറിലേക്ക് നോക്കാം. എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുമെന്ന് തന്നെ. ആൻഡ് ഞാൻ ജൻകാർലോ എസ്പെറ്റീസോട് ഒരു വെറൈറ്റി റോൾ ഉണ്ട് ഈ സിനിമയ്ക്കകത്തെന്നൊക്കെ പുള്ളിക്കാരൻ കുറേ ഹൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഈ ടീസർ നമുക്ക് ലഭിക്കുന്നു. സോ ഹിയർ വി ഗോ, ലെറ്റ്സ് സ്റ്റാർട്ട്. Okay. ഹാരിസൺ ഫോർഡ് ആരാന്നുള്ളൊരു കാര്യം ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. റെഡ് ഹൾക്ക്. ക്യാപ്റ്റൻ അമേരിക്ക മിലിറ്ററിയിലേക്ക് എടുക്കുക. ജൻകാർലോ എസ്പെറ്റീസോ, നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോയി ജൻകാർലോ എസ്പെറ്റീസോയെ കാണാം. ഓക്കെ, കുറെ കൂടി പൊളിറ്റിക്കൽ സെറ്റർ ആയിരിക്കാം. ഫെബ്രുവരി 14 റിലീസ് ചെയ്യാൻ പോകുന്നത്, വാലന്റൈൻസ് ഡേ. ഹാരിസൺ ഫോർഡിന്റെ ലാബാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റേ കോസ്റ്റ്യൂം കാണാം, ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിനകത്തുള്ളതിലെ. ഓക്കെ, ക്യാപ്പിന്റെ ഷീൽഡ്. നമ്മളെല്ലാരും പറയുന്ന ഡയലോഗ് തന്നെ. പുതിയ കോസ്റ്റ്യൂം ജൻകാർലോ എസ്പെറ്റീസോ. ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്കയാണ് ഞാൻ. സോണിക് ബൂമൊക്കെ കാണാം. റെഡ് ഹൾക്ക്. യപ്പ്, നമുക്ക് റെഡ് ഹൾക്കിന്റെ ചെറിയൊരു ടീസർ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എവിടെ, ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഹാരിസൺ ഫോർഡ് ട്രെയിലറിനകത്ത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്റ്റീവ് റോജർ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഉണ്ട്. അതിപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലാണെങ്കിലും നമ്മുടെ ഓരോ ഫാൻസിൻ്റെ ഇടയിൽ തന്നെയാണെങ്കിലും ഈ ഒരു മാനിൽ ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം സ്റ്റീവ് റോജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ വലിയ ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓവറോൾ റെഡ് ഹൾക്ക് കൊണ്ട് സിനിമയ്ക്കകത്ത് ജൻകാർലോ എസ്പെറ്റീസോടെ ഒരു വില്ലൻ്റെ ക്യാരക്ടറിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആന്റണി മെക്കി ഒരു നല്ലൊരു ആക്ടർ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോഴും മിസ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അത് ക്രിസ് എവാൻസ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ റൂമേഴ്സ് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. റോബർട്ട് ഡൗണി ജൂനിയർ ആണെങ്കിലും ക്രിസ് എവാൻസ് ഒക്കെ ആണെങ്കിലും ഇവരെല്ലാവരും സീക്രട്ട് വാർസിന് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ സംഭവിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു നോർമൽ ട്രെയിലറായിട്ട് തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ടിക്കറ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാവുന്നത് തന്നെയാണ്. ഒട്ടുമിക്ക മൾട്ടിപ്ലെക്സിലെല്ലാം ഇപ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ടിക്കറ്റ്. സോ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളൂ. അതുകൂടാതെ തന്നെ ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് തോന്നണുണ്ടോ ആന്റണി മെക്കിയെ കൊണ്ട് ഈ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരന് നന്നായിട്ടൊരു ജസ്റ്റിസ് കൊടുത്ത് ചെയ്യാൻ കഴിയുമെന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് പുള്ളിക്കാരൻ്റെ ഈ ഒരു പുതിയ സ്യൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ. ബൈ ബൈ അല്ലല്ലോ പറയാൻ പറ്റും. എല്ലാം മറന്നുപോയി. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.
Fuck.